ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. നാം ഇപ്പോൾ വിശുദ്ധമായ നോമ്പുകാലത്തിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ നാളുകളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു വെളിച്ചമാണ് നൽകുന്നത്. തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായി അലറിക്കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയ ആ കാനാൻകാരിയായ സ്ത്രീയുടെ ചിത്രം നോമ്പുകാലത്ത് ഓരോ വിശ്വാസിക്കും വലിയൊരു പാഠപുസ്തകമാണ്. ഈ സുവിശേഷ ഭാഗത്ത് നാം ആദ്യം കാണുന്നത് കർത്താവിൻ്റെ നിശബ്ദതയാണ്. അവൾ വിളിച്ചപേക്ഷിച്ചിട്ടും യേശുവിന് മറുപടിയൊന്നും നൽകുന്നില്ല. നമ്മുടെ ജീവിതത്തിലും നോമ്പുകാലത്ത് കഠിനമായ പ്രാർത്ഥനകൾക്കിടയിലും ദൈവം മൗനം പാലിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ സ്ത്രീ പതറിപ്പോയില്ല. ശിഷ്യന്മാരുടെ തടസ്സപ്പെടുത്തലുകളോ കർത്താവിൻ്റെ മൗനമോ അവളെ പിന്തിരിപ്പിച്ചില്ല. നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയാലും ദൈവത്തിൻ്റെ മൗനത്തിന് മുൻപിൽ തോറ്റുപോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. തുടർന്ന് നാം കാണുന്നത് അവളുടെ അചഞ്ചലമായ വിനയമാണ്. യേശു അവളെ ഒരു നായ്ക്കുട്ടിയോട് ഉപമിപ്പിച്ചപ്പോൾ പോലും അവൾ പരിഭ്രമിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. മറിച്ച്, അതേ കർത്താവേ, മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കുട്ടികളും തിന്നുന്നുണ്ടല്ലോ എന്ന മറുപടിയിലൂടെ അവൾ തൻ്റെ എളിമയും വിശ്വാസവും ഒരേപോലെ വെളിപ്പെടുത്തി. നോമ്പ് എന്നാൽ നമ്മുടെ അഹങ്കാരങ്ങളെയും ഞാൻ എന്ന ഭാവത്തെയും കുരിശിൻ്റെ ചുവട്ടിൽ ഇറക്കി വയ്ക്കലാണ്. ആ സ്ത്രീയെ പോലെ താൻ ഒന്നുമല്ലെന്നും ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ് തൻ്റെ ഏക ആശ്രയമെന്നും തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മുടെ നോമ്പ് അർത്ഥപൂർണമാകുന്നത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ് എന്ന കർത്താവിൻ്റെ വചനം അവളുടെ കാത്തിരിപ്പിലും വിനയത്തിലും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും വെറും ചടങ്ങുകളായി മാറരുത്. കാനാൻകാരിയായ സ്ത്രീയെപ്പോലെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള വിളിയായി അത് മാറണം. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തളരാതെ കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് പൂർത്തിയാക്കാം. ആ സ്ത്രീക്ക് ലഭിച്ച അതേ ആത്മീയ സൗഖ്യവും സമാധാനവും നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും ഉണ്ടാകാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.